എന്തൊക്കെയാ മാറ്റമുണ്ടോ? എന്തായാലും ഞാൻ കണ്ടതും കേട്ടതുമായ ആരോപൊന്നുമല്ല ഇപ്പൊ. എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയതിന്റെ ഉദ്ദേശം അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. എങ്ങനെ നോക്കിയിട്ടും ഒരെത്തും പിടിയും കിട്ടാഞ്ഞിട്ട് ഇതയാളുടെ 18ാമത്തെ അടവാണോ? എന്തായാലും നാളെ മുതൽ നടന്നു നോക്കാന്ന് ഡോക്ടർ പറഞ്ഞതാണല്ലോ. നാളെ കഴിഞ്ഞാലെങ്കിലും പതുക്കെ നടക്കാൻ പറ്റിയ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോണം. ഇനി ഇവിടെ പിടിച്ചു നിന്നാ അത് എനിക്ക് തന്നെ പ്രയാസം ഉണ്ടാക്കും. കാല് ഇത് ശരിയാവോ? ഇവൾ ഉറങ്ങിയില്ലേ? എന്താ ഇവിടെ എത്ര ശബ്ദം? ഇവൾക്ക് ഇതുവരെ ഉറങ്ങാനായില്ലേ? പിച്ചും പോയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതോ ആ മെഡിസിൻ വർക്കായി തുടങ്ങിയോ? ഹലോ, നിനക്കിതുവരെ ഉറങ്ങാനായില്ലേ? ഡോക്ടർ പറഞ്ഞതല്ലേ വേഗം ഉറങ്ങാൻ. അത് ഹെവി ഡോസ് മെഡിസിൻ ആണെന്ന് നിന്നോട് ഓൾറെഡി പറഞ്ഞതല്ലേ. ഹെവി ഡോസ് മെഡിസിൻ ആണെന്ന് വിചാരിച്ച് കഷ്ടപ്പെട്ട് ഉറങ്ങേണ്ട ആവശ്യമുണ്ടോ? മെഡിസിൻ ഇത്തിരി ഡോസ് കൂടിയാ ക്ഷീണം വരും. അപ്പൊ അറിയാതെ ഉറങ്ങിപ്പോവും. അങ്ങനെയല്ലേ ഡോക്ടർ? എന്റെ പേര് വിളിച്ചാ മതി. ഞാൻ ഡോക്ടറല്ലെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇത് പറയുമ്പോ എന്താ മുഖത്തൊരു വിഷമം? എന്ത് വിഷമം? അയ്യോ, തുടങ്ങിയല്ലോ എന്റെ ദൈവമേ. എന്റെ പൊന്നു സുഹൃത്തെ, ഇവിടെ ഫുൾ നെഗറ്റീവ് എനർജിയാ. ഇവിടെ കിടന്ന ഏത് രോഗിക്കും അസുഖം കൂടുകയുള്ളൂ. കണ്ടില്ലേ, ആ ചുമലില് തൂക്കിയിട്ട ഫോട്ടോയില് പോലും ഒരു ചെറിയ സ്മൈല് അതുപോലുമില്ല. ഇവിടെ വെച്ച ഫോട്ടോസിൽ ഒന്നുമില്ല. അതുകൊണ്ടാ അമ്മയുടെ റൂമിൽ പോയിട്ട് ഞാൻ ഈ ചിരിക്കുന്ന കടുവക്കുട്ടിയുടെ ഫോട്ടോ എടുത്തോണ്ട് വന്നത്. കണ്ടോ ഈ ടെഡി ബിയറിന്റെ അടുത്തുള്ള സുന്ദര കുട്ടപ്പൻ? എന്ത് ഭംഗിയാവൻ ചിരിക്കുന്നത് കാണാൻ. ആകപ്പാടെ ഒരു പോസിറ്റീവ് എനർജി ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ. ഇതിപ്പോ ഇവളെന്നെ ഊക്കുന്നതാണോ അതോ ഞാനാണെന്ന് അറിയാതെ സംസാരിക്കുന്നതാണോ? തൽക്കാലം ഇതൊക്കെ മാറ്റി വെച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. സ്വബോധത്തിലെ നിന്നെ സഹിക്കാൻ വയ്യ, പിന്നെയല്ലേ സമനില തെറ്റിയാല്. എന്തോ എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞത് മനസ്സിലായില്ലേ? ഈ ഫോട്ടോ എടുത്ത് മാറ്റി കിടന്നുറങ്ങാൻ. അയ്യോ, എന്റെ കടുവക്കുട്ടായി, ഞാൻ തരില്ല. ഇതെന്റെയാ. ഓ, തീർന്നു. ബോധമൊക്കെ പോയിന്ന് തോന്നുന്നു. ലൈറ്റ് ഓഫ് ആക്കി കടന്നേക്കാം. എന്തെങ്കിലും ചെയ്യട്ടെ. എങ്ങോട്ടാ? അയ്യോ, അവിടെ കിടക്ക്. എങ്ങോട്ടാടി വയ്യാത്ത കാര്യം വെച്ച് ഓടുന്നത്? എനിക്ക് ബാത്റൂമിൽ പോണം. ഓ, ഇതൊക്കെ ചോദിക്കാനല്ലേ നേരത്തെ അമ്മ വന്നത്. അപ്പൊ നീ എന്ത് നോക്കിയിരിക്കായിരുന്നു? വാ ഇങ്ങോട്ട്. അതെ, മിണ്ടരുത്. മിണ്ടിയ നിന്റെ കഴിഞ്ഞാ പറ, ഞാൻ പുറത്തുണ്ടാവും. അയ്യോ, എന്തു പറ്റി? ബാത്റൂമിൽ വീണോ നീ? പാറ്റ. അവിടെ ഒരു പാറ്റ. ഞാൻ അവിടെ കൊണ്ടുപോയിട്ട മര്യാദക്ക് കിടന്ന് ഉറങ്ങിക്കോളാം. ആരോ, എനിക്ക് പാറ്റയെ പേടിയാ. അത് ചിറകുള്ള പാറ്റയാ. റിലാക്സ്. അത് പോയി. നമുക്ക് റൂമിൽ പോവാം. പോവല്ലടാ കടുവേ, ഞാൻ പറയട്ടെ. ആരടി നിന്റെ കടുവ? എന്റെ ദേഹത്തുനിന്ന് മാറടി. നീ തന്നെയാ കടുവ. നീ കണ്ടില്ലേ, കടുവക്കുട്ടന്റെ പോലെ തന്നെ കണ്ണ്, മൂക്ക്. എടാ കടുവക്കുട്ടാ, എന്ത് ചുന്ദരനാടാ നീ ചിരിക്കുമ്പോ. പള്ളിപ്പെരുന്നാളിന് പൂത്തിൽ കത്തിച്ച പോലെ. ഉമ്മ തരട്ടെ? Johnny, your lips taste like strawberries. I don't want to lose this taste. Johnny, I can't take it anymore. Sorry, I'm going to feel it. Never, ever, never. Sorry, I'm sorry. എനിക്ക് ചൂടെടുക്കുന്നു. എന്താണ് ഈ കാണിക്കുന്നത്? ചൂടെടുക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലടാ കടുവേ. ഓ, ഇതെന്താ വല്ല ഡെസേർട്ടിലാണോ വീട്? സ്റ്റോപ്പ്. ബോധമില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? എനിക്കൊന്നും വേണ്ട ഇത്. അയ്യേ, ഇവളിത് വേറെ വഴിയില്ല. ഇങ്ങനെ കിടന്നാലേ എനിക്കും നിനക്കും ദോഷമാണ്. എടാ കടുവേ, ഗുഡ് നൈറ്റ്. Running from a bad thing when I first met you. This is
ചെയ്തത്. അവളുടെ ടേസ്റ്റ് കിട്ടിയപ്പോ എൻ്റെ കൺട്രോൾ, ഞാൻ ചെയ്തത് തെറ്റായി പോയി. ഒന്നുമില്ലെങ്കിലും എനിക്കറിയാലോ അവളുടെ ബ്രെയിൻ ഇപ്പോൾ എങ്ങനെയാണ് പ്രോസസ്സ് ആവുന്നതെന്ന്, അവളിപ്പോൾ ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്ന്. ഞാൻ ഒരിക്കലും എൻ്റെ കൺട്രോൾ വിട്ടൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഓ ഗോഡ്, ഞാൻ ഡെയിലി എന്തൊക്കെ കഴിക്കുന്നു. ഒന്നിൻ്റെയും ഒരു സ്വാദ് തിരിച്ചറിയാത്ത എൻ്റെ നാക്കിനെ എന്താ ഈ ലിപ്സിനോട് എത്ര കൊതി, വിശപ്പും ആർത്തിയും കലർന്ന ഒരു ഭ്രമം. സത്യത്തിലും അവളുടെ രുചി ഞാൻ തിരിച്ചറിഞ്ഞതാണോ അതോ ആ മെഡിസിൻ്റെ എഫക്റ്റ് കഴിഞ്ഞാൽ അവൾക്ക് ഇതൊന്നും ഓർമ്മ പോലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഹലോ, എന്താടാ നിനക്ക് പറ്റിയേ? ഒന്നുമില്ലടാ. നീ എന്താ ഇപ്പൊ വിളിച്ചേ? നീ എന്താ ഇവിടെ ചെയ്യുന്നത് ആക്ച്വലി? ഞാൻ ടേസ്റ്റ്, എന്റെ നാക്കിന്റെ ടേസ്റ്റ്. എടാ, ടേസ്റ്റ് കിട്ടിയോ? ടേസ്റ്റ് തിരിച്ചറിയുന്നുണ്ടോ? എപ്പോ? എന്തിന്റെ ടേസ്റ്റ്? ടേസ്റ്റ് സ്ട്രോബെറിയുടെ ടേസ്റ്റ്. സ്ട്രോബെറിയുടെ ടേസ്റ്റോ? സ്ട്രോബെറിയുടെ ടേസ്റ്റ് അല്ലേ? ഞാനിപ്പോ വരും. ഞാൻ ഉടനെ വരും. ഇവരിപ്പോ വന്നാ ഞാൻ എന്തു പറയും? അമ്മയെ അറിഞ്ഞ അമ്മയും എന്നോട് ചോദിച്ചില്ലെങ്കിലും അവനോട് കാര്യം തിരക്കും. ഓ, കഴിക്കടാ, വെറുതെ നോക്കിയിരിക്കുന്നോ? നീ എന്തിനാ ഇപ്പൊ ഇത്രയും സ്ട്രോബെറി ഒക്കെ വാങ്ങിട്ട് വന്നേ? അയ്യോ, വല്ലതിന്റെ ടേസ്റ്റ് കിട്ടിയ ഒരു ലോഡ് കൊണ്ടുവന്നാലും നിനക്ക് മതിയാവാറില്ലല്ലോ. 24 മണിക്കൂറും അത് തന്നെ തിന്നോണ്ടിരിക്കും. ഇന്നെന്താ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തെ? നിനക്കെന്താ ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലേ? നിന്റെ ഫേവറേറ്റ് ഫ്രൂട്ട് ആയിരുന്നല്ലോ സ്ട്രോബെറി. ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാ ഇളിക്കുന്ന ഈ ടേസ്റ്റ് കിട്ടിയ 10 ദിവസം പട്ടിണി കിട്ടിയ തെരുവട്ടികളുടെ സ്വഭാവം നിനക്ക്. എന്നിട്ടിപ്പോ മൈൻഡ് പോലും ചെയ്യുന്നില്ല. വേണോ വേണ്ടോ എന്ന് വിചാരിച്ച് ഓരോന്നെടുത്ത് കഴിക്കുന്നു. പറടാ, സത്യത്തിലും നിനക്ക് വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ എന്താ രൊമാൻറ്റിക് കാണാതെ എന്നെ നൈസായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നൈസായിട്ട് കൊണ്ടുവന്നതൊന്നല്ല. ഞങ്ങള് നേരത്തെ കിടന്നപ്പോ അമ്മയച്ഛനും നേരത്തെ കിടന്നു. പിന്നെ നിന്നോട് വിളിച്ചു പറഞ്ഞതും നീ വരുന്നതൊന്നും അമ്മ അറിയില്ലല്ലോ. പെട്ടെന്ന് ഫോണിൻ ബെല്ല് കേട്ടാ പേടിക്കുന്നു വിചാരിച്ചാ ഞാൻ ഫ്രണ്ടിൽ വന്ന് നിന്നത്. വെറുതെ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നത് എന്തിനാ? ഇതിലിപ്പോ പേടിക്കാൻ എന്താ ഉള്ളേ? അല്ല, ഞങ്ങള് നേരത്തെ കിടന്നപ്പോ അതുവരെയൊക്കെ എത്തി. എന്ത്? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൾക്ക് സുഖമില്ലാത്തത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? അവൾക്ക് ഇഞ്ചക്ഷൻ കൊടുത്ത അവള് സമനിലതെറ്റിയൊക്കെ സംസാരിക്കുന്നു എന്നോട് പറഞ്ഞതല്ലേ? അപ്പൊ പിന്നെ അവളെ നേരത്തെ ഉറങ്ങേണ്ടത് എന്റെ കൂടെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവളെ വേഗം ഉറക്കാൻ വിട്ടു. നീ ഇതൊക്കെ എന്തൊക്കെയാ എന്നെ കുത്തി പറയുന്നത്? മിസ്റ്റർ R.A. വിശ്വനാഥൻ, താങ്കൾക്ക് എന്തോ ഒരു കള്ളലക്ഷണമുണ്ട്. കള്ളലക്ഷണം? ഒന്ന് പോടോ നട്ടപ്പാതിരിക്ക് അവന്റെ ഒരു. നീ ഈ ഓഫീസ് റൂമിൽ കിടന്നോ? ഞാൻ അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഈ ഓഫീസ് റൂമിൽ കിടന്ന് ഉറങ്ങാം. എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഇന്നലെ ഉറങ്ങിയിട്ടില്ല. അയ്യോ, റൂമിൽ പോയി കിടക്ക്. നിന്റെ ഭാര്യ അവിടെ ഒറ്റയ്ക്കല്ലേ? എടാ ചപ്പ, നിർത്തിക്കോ, മതി. എടാ, ഒരു സംശയം കൂടെ ചോദിക്കട്ടെ. ഇന്നലെ നീ എന്താ ഉറങ്ങാതിരുന്നത്? ഒന്നുമില്ല, കിടന്നുറങ്ങാൻ നോക്ക്. ഓ, ഞാൻ ഓർക്കുന്നു. നീ ഇന്ന് മോർണിംഗ് വിളിച്ചപ്പോ പറഞ്ഞിരുന്നല്ലേ ഇന്നലെ രാത്രി മുഴുവൻ നിന്റെ ഭാര്യയ്ക്ക് വയറുവേദനയായിരുന്നു, അതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല. സാധാരണ സ്റ്റെതസ്കോപ്പ് കൈകൊണ്ട് തൊടാത്ത ഡോക്ടർ ഇപ്പൊ ഭാര്യയെ പരിചരിക്കുന്നു, മെഡിസിൻ വാങ്ങാൻ പോകുന്നു, ഉറങ്ങാതെ കൂട്ടിരിക്കുന്നു. ചിലരൊക്കെ മാറി തുടങ്ങി. ഇനി ഒരക്ഷരം പറഞ്ഞ നിന്നെ ഞാൻ ചവിട്ടി പുറത്താക്കും. എന്നാൽ ഈ കലിപ്പിന് ഇത്ര നേരം ദേഷ്യപ്പെടാത്തതെന്നാണോ ഞാനിപ്പോ ആലോചിക്കുന്നത്.
ക്ഷമയൊക്കെ പഠിച്ചു. എടാ ആരു, നീ ഉറങ്ങുന്നില്ലേ? ഇനി ടേസ്റ്റ് കിട്ടുമ്പോ അത് നാക്കില് കുറെ കൂടെ നേരം റീറ്റെയിൻ ചെയ്യുന്നല്ലേ ഡോക്ടർ ലാസ്റ്റ് കണ്ടപ്പോ പറഞ്ഞത്. അങ്ങനെ പതുക്കെ പതുക്കെ നാക്കിന്റെ അവസ്ഥ പഴയ പോലെ ആവുന്നല്ലേ പറഞ്ഞത്. ഇതിപ്പോ എന്താടാ പെട്ടെന്ന് ടേസ്റ്റ് പോയത്? അതിന് ടേസ്റ്റ് പോയി ആരാ പറഞ്ഞേ? പിന്നെ നീ എന്താ ഞാൻ കൂടുന്ന സ്ട്രോബെറീസ് ഒന്നും കഴിക്കാതിരുന്നത്? അതിനെ നീ കൊണ്ടുവന്ന പോലുള്ള സ്ട്രോബെറീസ് അല്ല ഞാൻ കഴിച്ചത്. അതിലും സ്വീറ്റും ടേസ്റ്റി ആയിട്ടുള്ള വേറൊരു സ്ട്രോബെറിയാണ്. അത് അങ്ങനെയൊന്നും നമുക്ക് കിട്ടില്ല. ഒരിക്കൽ കൂടി അതെനിക്ക് രുചിക്കാൻ കഴിയുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും ആ രുചി എന്നെ വിട്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല. എന്ന് വെച്ചാ നീ എന്ന് മുതലേ ഇങ്ങനെ ചുറ്റി വളഞ്ഞൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത്? ഒന്നുമില്ലടാ, തൽക്കാലം കിടന്നുറങ്ങാൻ നോക്ക്. ഞാനിപ്പോ പാതി ഉറക്കത്തിലാണ്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ പിന്നെ ചോദിക്കാം. തൽക്കാലം എന്റെ നാവിന്റെ രുചി പോയിട്ടില്ല, അതറിഞ്ഞപ്പോലെ. എന്നാലും അതേത് ടൈപ്പ് സ്ട്രോ? ഗുഡ് നൈറ്റ്. ഓ, ഗുഡ് നൈറ്റ്. തൽക്കാലം ഇത് നീ അറിയണ്ട. അത് നിന്നോട് പറയാനും പറ്റില്ല. ഒരുപക്ഷേ അല്ല, ഉറപ്പായിട്ടും അതെനിക്ക് അർഹിച്ചതുപോലും ആയിരുന്നില്ല. അവൾ പറ്റിക്കപ്പെട്ടതാണെങ്കിലും അറിഞ്ഞുകൊണ്ടല്ല കിരണിനെ സ്നേഹിച്ചതെങ്കിലും അവൾക്കൊരു പക്ഷേ അവരെ മറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ. ഡേടാ മതി ഉറങ്ങിയത്, എണീക്ക്. നീ എപ്പോഴെണീറ്റ്? ഞാൻ നിന്നെ പോലെയല്ല, നേരത്തിനും കാലത്തിനൊക്കെ എണീക്കുന്ന കൂട്ടത്തിലാ. അതെ അതെ, രാവിലെ തന്നെ എനിക്ക് എണീക്കാനുള്ള മൂഡ് പോയി. ഹായ് എണീക്കടാ, മതി. എനിക്ക് അവിടെ കിടന്ന് ബോറടിക്കുന്നു. എടാ എണീക്കടാ. ഓ, രാവിലെ തന്നെ നിന്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? ഇന്ന് വല്ലതും വായി വെച്ച് കഴിക്കാൻ പറ്റുമോ? എടാ എടാ, നിനക്കൊരു ബുൾസൈ അടിക്കാൻ അറിയോ? ഇല്ലല്ലോ, അപ്പൊ മിണ്ടാതിരുന്നോണം. എന്നാ ഷെഫ് പോയി കുക്ക് ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ലഞ്ച് ആന്റി ഉണ്ടാക്കിക്കോളും. നിനക്കല്ലെങ്കിലും കുക്കിംഗ് ഒന്നും അല്ലല്ലോ ജോലി. അമ്മയോട് ഉള്ളതും ഇല്ലാത്തതും പൊടിപ്പും തൊങ്ങലും വെച്ച് പറയുന്നതല്ലേ. നിന്റെ സ്പൈ വർക്ക് നടക്കട്ടെ, ശരിയല്ലേ? അതിന് ആന്റി അങ്കിളും കിച്ചണിലുണ്ടാവാൻ സാധ്യതയില്ല. കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞ് നിന്റെ ഭാര്യയെ വിളിക്കാൻ മുകളിലേക്ക് പോകുന്നു പറഞ്ഞിരുന്നു. എന്നാ ഞാൻ പോയി ബ്രഷ് ചെയ്തിട്ട് വരാം. ഒന്ന് കുളിക്കാൻ വേണം, എന്നാലേ ഈ ക്ഷീണം ഒന്ന് വിട്ടുപോകുള്ളൂ. അതൊന്നും ചെയ്തില്ലെങ്കിലും ഒന്ന് മുഖം കാണിച്ചിട്ട് വാ. എന്ത്? ഒന്നുമില്ല, നീ ജനനിയെ കൂട്ടി താഴേക്ക് വാ. എനിക്കൊന്ന് പരിചയപ്പെടണം. ഇത്ര നാളായിട്ടും ഞങ്ങൾ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. നീ പോയി പുട്ടുണ്ടാക്ക്. ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, നീ ചെന്നാ മതി. ജനനി, ഞാനങ്ങോട്ട് വന്നോട്ടെ? ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. ഇവിടെ പോയി? ഇനി വൈശാഖ് പറയുന്നതും കേട്ട് രാവിലെ തന്നെ നടക്കാൻ ഇറങ്ങിയോ? ബാൽക്കണി ഡോറൊക്കെ ഓപ്പൺ ആണല്ലോ. Never, ever, never. Never, ever, never. You're the universe and I was revolving like a sun on my own. നടക്കാനൊക്കെ തുടങ്ങിയോ? ഡോക്ടർ പറഞ്ഞല്ലോ ഇന്നു മുതലൊന്ന് നടന്നു നോക്കാൻ. നടക്കാനൊക്കെ പറ്റുന്നുണ്ടോ? പെയിനൊന്നും ഫീൽ ചെയ്യുന്നില്ലേ? നോ, ഐ ആം കംപ്ലീറ്റ്ലി ഓക്കെ. റിയലി? കംപ്ലീറ്റ്ലി ഓക്കെ ആയോ? ഐ മീൻ, എനിക്ക് ഇവിടെയൊക്കെ നടക്കാം, പക്ഷേ സ്റ്റെപ്പ് ഇറങ്ങാനും കയറാനും ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്.
നിനക്ക് താഴെ പോണോ? ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്കൊന്ന് താഴെ പോകണമായിരുന്നു. ഒന്ന് വെയിറ്റ് ചെയ്യ്, ഒരു 5 minutes. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ആരോ, ഞാൻ ഇന്നലെ ആരവിനെ ഒത്തിരി ബുദ്ധിമുട്ടിച്ചെന്ന് തോന്നുന്നു. ബുദ്ധിമുട്ടൊന്നും ആയില്ല. എന്താ അങ്ങനെ ചോദിച്ചത്? എനിക്ക് കൃത്യമായിട്ടൊന്നും ഓർമ്മയില്ല. എന്തൊക്കെയോ ഇന്നലെ എനിക്കെന്തോ സംഭവിച്ച പോലെ. എന്ത് സംഭവിക്കാൻ? അല്ല, ഞാൻ ഇന്നലെ വീണ പോലെ തോന്നുന്നു. എനിക്ക് തന്നെ ഇന്നലെ ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്ന് തോന്നുന്നു. ഒന്നും ക്ലിയർ അല്ല. പക്ഷേ ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സോറി. അങ്ങനെയൊന്നുമില്ല. ആരവിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം, ഒരു 5 minutes. എന്താ അങ്ങനെ ഒരു നോട്ടം? ഇയാൾക്കിത് എന്താ പറ്റിയേ? മോളെ ജാനി, മോളിവിടെ ഒറ്റയ്ക്ക് നടന്നു വന്നോ? നടക്കാനൊക്കെ പറ്റുമോ? അയ്യോ, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്നോട് നടക്കാൻ. കണ്ടില്ലേ, ഇന്ന് തന്നെയാ ഞാൻ ബാത്റൂമിലേക്ക് പോയതും കുളിച്ചതും ഒക്കെ. അപ്പോ മോൾക്ക് വേദന ഒന്നും തോന്നില്ലേ? ഇല്ല അച്ഛാ, ഞാൻ ഓക്കെയാണ്. എനിക്ക് നടക്കാം. പക്ഷേ സ്റ്റെയർ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതിന് അച്ഛൻ എന്നെ ഹെൽപ്പ് ചെയ്താൽ മതി. പിന്നെന്താ, നമുക്ക് താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാം. അല്ല, നിന്റെ ഭർത്താവിനെ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. മോളുടെ കാര്യമൊക്കെ നോക്കുന്നുണ്ടോ അവൻ? ഓക്കെ അല്ലേ? ഓക്കെയാണ് അച്ഛാ. എന്താ കുഴപ്പം? എന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെയാ നോക്കുന്നത്. എനിക്കറിയാം. ഞാനൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. അവൻ പുറത്ത് കാണുന്ന ആളൊന്നുമല്ല. അവനവന്റെ അമ്മയെ പോലെ തന്നെയാ. മതി മതി, എല്ലാം അറിയുന്ന ഒരാള് എന്നിട്ടാണല്ലോ മോളോട് ഈ സംശയങ്ങളൊക്കെ ചോദിച്ചത്. എന്റെ മോനെ എങ്ങനെ അവന്റെ ഭാര്യയെ നോക്കണമെന്ന് നന്നായിട്ട് അറിയാം. അത് അവൾക്കും അറിയാം. ഇനി നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് അവളെ ഇമോഷണൽ ആക്കണ്ട രാവിലെ തന്നെ. വാ മോളെ, നമുക്കിന്ന് താഴെ പോയിട്ട് ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കണ്ടോ, ഇവൾക്ക് എപ്പോഴുള്ള സ്വഭാവം അത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ അത് കേട്ടുകൊണ്ടിരിക്കും. എന്നിട്ട് അവസാനം എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് സ്കോർ ചെയ്ത് പോകും. അമ്മോ, ഞാനല്ലേ മോളെ വിളിക്കാൻ വന്നത്. ഞാൻ എന്റെ മോളെ കൊണ്ടുവന്നോളാം. നീ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാൻ നോക്ക്. എന്നാ അച്ഛനും മോളും പയ്യെ പയ്യെ പിച്ച നടന്നു പോവാ. ഞാനേ ഫുഡ് എടുത്തു വെക്കാം. ഓ, ഞാൻ എന്റെ മോളെ കൊണ്ടുവന്നോളാം. തമ്മിലോട്ട് പൊക്കോളൂ. വാ മോളെ, ഈ കാലം വെച്ച് അങ്ങോട്ട് എത്തണ്ടേ? ഇതൊക്കെ എന്താണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എല്ലാത്തിനും ഒരു സ്ട്രോബെറി സ്മെല്ല്. ഇതെന്താ, സ്ട്രോബെറി കഞ്ഞിയോ? അതൊക്കെ പുതിയ ഐറ്റം ആന്റി. ആന്റിക്ക് എന്തറിയാം? ആ ചെക്കനെ കാണുന്നില്ലല്ലോ. അവനിങ്ങ് വരട്ടെ, അവൻ ഇതെല്ലാം ഇഷ്ടപ്പെടും. ആരത്? ഗുഡ് മോർണിംഗ് മിസ്സിസ് ജനനി. ആരോ? ഹലോ, ഒന്നും മിണ്ടില്ലേ? അല്ല, നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്? ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് ശബരി അല്ലേ? എങ്ങനെ അറിയാം? അമ്മയ്ക്ക് എപ്പോഴും ശബരിയെ കുറിച്ച് സംസാരിക്കാനേ നേരമുള്ളൂ. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ പറഞ്ഞത് ശരിയാ. ആ ഫോട്ടോയിൽ കാണുന്നത് പോലെ തന്നെ ഇരിക്കുന്നു. ഓ, ബാലകൃഷ്ണൻ IPSന്റെ ഫോട്ടോ കണ്ടു കാണുമല്ലേ? അപ്പൊ ആ വഴിയാണ് ജനനിക്ക് എന്നെ അറിയുന്നത്. എന്നാ പിന്നെ പ്രത്യേകിച്ച് എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. എന്റെ കഥ മുഴുവൻ പറഞ്ഞു കാണും. കഥ പറയാൻ ആന്റിയേക്കാൾ മികച്ച ഒരാളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഒന്ന് പോടാ കളിയാക്കാതെ.
അവൾ ഈ വീട്ടിലുള്ളതല്ലേ. ഈ വീട്ടിലുള്ള മറ്റുള്ളവരെ കുറിച്ച് പിന്നെ അവൾക്ക് അറിഞ്ഞിരിക്കണ്ടേ? അയ്യോ ദൈവമേ, ഞാനൊന്നും പറഞ്ഞില്ലേ. എന്റെ കഥ മാത്രം കേട്ടിട്ടുള്ളോ അതോ ഇവിടെയുള്ള മറ്റുള്ളവരുടെ എല്ലാവരുടെയും കഥ കേട്ടോ? ജനനിക്ക് കഥ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഇവിടെ കഥയ്ക്ക് യാതൊരു പഞ്ഞും ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയുന്നതിനും കുറിച്ച് കൂടുതൽ കഥകൾ ഇപ്പൊ അവർക്ക് അറിയാൻ കൂട്ടില്ല. അത് ശരിയാ, ചിലരൊക്കെ വന്നതിന് ശേഷം നമ്മളെ ആരും മൈൻഡ് ഒന്നും ചെയ്യാറില്ല. ഇല്ലടാ, ഇനി നിങ്ങളുടെയൊക്കെ പിറകെ നടന്ന് മൈൻഡ് ചെയ്യിപ്പിക്കാൻ എന്നെ പറ്റി വരും. ഇപ്പോ കാലിന് എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. സ്റ്റെപ്പ് ഇറങ്ങാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്, അല്ലാതെ ഞാൻ ഓക്കെയാണ്. ഹാ, നീ എന്താണ് അവിടെ തന്നെ നിൽക്കുന്നത്? വാ, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ജനനി എന്താ ഒന്നും കഴിക്കാത്തത്? ഈ ഫുഡൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? അയ്യോ, നന്നായിട്ടുണ്ട്. എനിക്ക് 2 ദിവസമായിട്ട് വയറിന് നല്ല സുഖമില്ല. പതുക്കെ ശരിയാവുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്കധികം ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. ഇതെല്ലാം ശബരിയാണോ ഉണ്ടാക്കിയത്? ശബരി കുക്കിംഗ് ഒക്കെ ചെയ്യോ? ആ, ചെറുതായിട്ട്. എനിക്ക് ജീവിച്ചു പോകാനുള്ള കുക്കിംഗ് ഒക്കെ എനിക്കറിയാം. ഇത് കണ്ടാലും പറയും നിനക്ക് ജീവിച്ചു പോകാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണെന്ന്. സ്ട്രോബെറി കേക്ക്, സ്ട്രോബെറി പുഡിങ്, ഐസ്ക്രീം, സ്ട്രോബെറി ജ്യൂസ് ഷേക്ക്, പിന്നെ പോരാത്തതിന് എല്ലാം ഡെക്കറേറ്റ് ചെയ്തതും സ്ട്രോബെറി. നിനക്കിത് എന്താ പറ്റിയതടാ? നിനക്കും തുടങ്ങിയോ സ്ട്രോബെറി പ്രാന്ത്? സ്ട്രോബെറി എനിക്ക് ആ സാധനം കണ്ണിന്നേരം കണ്ടൂടാ. ഇന്നലെ രാത്രി ചിലര് ടേസ്റ്റ് തിരിച്ചു കിട്ടി, സ്ട്രോബെറിയുടെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊരു കൊട്ട സ്ട്രോബെറിയുമായിട്ട് വന്നു. സാധാരണ എന്തിൻ്റെങ്കിലും ടേസ്റ്റ് കിട്ടിയ ഒരു ലോഡ് കഴിച്ചാലും അവനതിൻ്റെ കൊതി മാറാറില്ല. ഇതിപ്പോൾ കണ്ടില്ലേ, ആർക്കോ വേണ്ടി എന്തൊക്കെയോ കഴിക്കുന്നു. നിനക്ക് ഇന്നലെ സത്യത്തിന് സ്ട്രോബെറിയുടെ ടേസ്റ്റ് തന്നെയാണോ കിട്ടിയത്? പിന്നെന്താ, സ്ട്രോബെറിയുടെ ടേസ്റ്റ് തന്നെയാണ് കിട്ടിയത്. മോൻ ഇന്നലെ ടേസ്റ്റ് തിരിച്ചു കിട്ടിയോ? സാധാരണ ഇങ്ങനെ കിട്ടിയ പെട്ടെന്നൊന്നും ഇനി പോവില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ട് ഇതിപ്പോ മോനതിന്റെ രുചിയൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇപ്പോ? അല്ല, അതെന്നെ വിട്ട് പോയിട്ടില്ല. അതിന്റെ രുചി പെട്ടെന്ന് എന്റെ വായിൽ നിന്ന് പോവണ്ടെന്ന് ഓർത്തിട്ടാ. ഞാനിപ്പോ പുഡിങ് കഴിച്ചല്ലോ, അത് മതി. എല്ലാം ഒരുമിച്ച് കഴിച്ച് അത് എന്നേക്കും നഷ്ടപ്പെടണ്ടെന്ന് ഓർത്തിട്ടാ എനിക്കിത് മതി, നിങ്ങൾ കഴിക്കേ. ശരിയെന്നാ. ശബരി, ഇന്നലെ അവന് ശരിക്കും ടേസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞു വിളിച്ചോ? ഞാൻ അങ്ങോട്ട് വിളിച്ചതാണ്. അവൻ ഈ ടേസ്റ്റ് കിട്ടിയതിന്റെ ഷോക്കിലായിരിക്കണം. അപ്പ എന്നോട് ഞെട്ടലോടെ സംസാരിച്ചത്. കാരണം അന്വേഷിച്ചപ്പോ അവൻ ടേസ്റ്റ് കിട്ടി സ്ട്രോബെറിയുടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു കൊട്ട സ്ട്രോബെറി ആയിട്ട് ഞാൻ വന്നതാ. അപ്പോഴും വല്ലാതൊന്നും കഴിച്ചില്ല. ഒറ്റയടിക്ക് എല്ലാം കഴിച്ച ആ രുചി അവനെ വിട്ട് പോകുമെന്ന് അവന് പേടിയുണ്ടെന്ന് തോന്നുന്നു. ഇന്നലെയും ഈ കാരണം പറഞ്ഞ് 1-2 സ്ട്രോബെറി മാത്രമേ കഴിച്ചുള്ളൂ. അവനെ നിർബന്ധിക്കണ്ട, അവൻ പതുക്കെ അത് കഴിച്ചോളും. കുട്ടിക്കാലം മുതലേ അവൻ ഇഷ്ടപ്പെട്ട രുചിയാണ് സ്ട്രോബെറിയുടെ. ജ്യൂസോ ഐസ്ക്രീമോ എന്ത് കഴിച്ചാലും സ്ട്രോബെറി ഫ്ലേവറേ കഴിക്കും. ചിലപ്പോ ഒരുപാട് കാലം മരവിച്ചിരുന്ന നാട്ടില് അവന് ഏറ്റവും പ്രിയപ്പെട്ട തന്നെ രുചിച്ചറിയാൻ പറ്റിയപ്പോ അത് എളുപ്പം പോവണ്ടെന്ന് അവന് തന്നെ തോന്നിക്കാണും. അവൻ കുറെ കൂടെ സംസാരിക്കാൻ തുടങ്ങിയല്ലേ വിശ്വട്ടാ? ആ, ഞാനും വിചാരിച്ചു. ഇപ്പൊ ചോദിക്കുന്നതിന് മറുപടിയൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ ഒരു പ്രണയമൊക്കെ വരുമ്പോ ആളുകൾ കുറെയൊക്കെ സോഫ്റ്റ് ആവും.
ഇങ്ങനെ അങ്ങ് മാറിയാൽ മതി. എനിക്ക് എന്റെ കുഞ്ഞിനെ പഴയ പോലെ തന്നെ വേണം. അമ്മ, എനിക്ക് മതി. ഞാൻ പൊക്കോട്ടെ. മോൾക്കതിനെ തന്നെ മുകളിലേക്ക് പോകാൻ കഴിയൂ? ഞാൻ വരാം. ഇല്ല, ഇപ്പൊ ഞാൻ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുന്നില്ല. താഴെ ഇവിടെ തന്നെ. ആ, മുകളിലേക്ക് കയറുമ്പോ ഞങ്ങളെ ആരെങ്കിലും വിളിക്കണം കേട്ടോ. ശരി അച്ഛാ, ഞാനിപ്പോ പുറത്തേക്കാ പോകുന്നത്. ശബരി, മോൻ പോലെ എനിക്കല്പം സംസാരിക്കാനുണ്ട്. എന്താ ആന്റി അത്? ഇപ്പൊ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ അവിടുന്ന് നോക്കുമ്പോ അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. എന്തിനായിരുന്നു ദൈവമേ അമ്മ എന്നോട് എന്തെങ്കിലും പറഞ്ഞു കളഞ്ഞാലോ എന്നോർത്തിട്ടാണ് ഞാൻ അവിടുന്ന് വേഗം എനിക്ക് പോകുന്നത്. ഇനിയും വയ്യ എനിക്ക് കള്ളം പറയാൻ, എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ അഭിനയിച്ചു നിൽക്കാൻ. Never, ever, never. Never, ever, never. You're the universe and I was revolving like a sun on my own. I know that you would do anything for me, but I just need to move on. Oh, I was running from a path when I first met you. This is gonna hurt, but it doesn't make it any less true. I never really loved you. I never really did call you my only. I'm only holding on to something in my head because I'm lonely. I never ever meant to hurt you, but it doesn't make it any less true. ജനനി, എനിക്ക് തന്നോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. ഇപ്പോ ഇവിടെ വെച്ചല്ല, അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ശരിയാക്കാനുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഞാനൊരു ലൊക്കേഷൻ ഷെയർ ചെയ്യാം, അവിടേക്ക് വന്നാ മതി. താനിയുടെ എന്താ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാന്നായിരിക്കുമല്ലേ? അതുമല്ലെങ്കിൽ എനിക്ക് എന്ത് പണി തരാമെന്ന് പ്ലാൻ ചെയ്യാണോ? ഇവിടെ വന്നപ്പോ പ്രഖ്യാപിച്ച തീരുമാനങ്ങളൊക്കെ മാറിയെന്ന് തോന്നുന്നു. അതോ അതിപ്പോഴും ഒരു മാറ്റവും ഇല്ലാതെ തുടരുന്നതാണോ? അത് എന്തൊക്കെയായാലും അത് നടപ്പിലാക്കുന്നതിന് മുമ്പ് എനിക്ക് അല്പം സമയം തരണം. ഞാനൊരു ലൊക്കേഷൻ അയക്കാം, അവിടേക്ക് വരണം. ഒരു ടാസ്ക് കഴിഞ്ഞു, ഇനി ആ ഫയൽസ് ഒക്കെ എടുക്കണം. ആഹാ, മേഡത്തിന് 100 വയസ്സാണല്ലോ. എന്തു പറ്റി? നീ എന്തിനാ കരയുന്നത്? സാർ, എനിക്കൊരു കാര്യം പറയാൻ. നീ ഇപ്പൊ എവിടെയാ നിൽക്കുന്നത്? അവിടെ സേഫ് ആയിട്ട് നിൽക്കാൻ നോക്ക്. ഞാനിതാ വരുന്നു. പാറു, ഞാൻ വന്നോണ്ടിരിക്കുക. നീ ആളുകളുള്ള സ്ഥലത്ത് തന്നെ നിൽക്കുക കേട്ടോ. 2 ദിവസമായിട്ട് അവര് നിന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വന്നത്? ഞാൻ പേടിച്ചു പോയി. ആമി ഹോസ്റ്റലിൽ ഇല്ലായിരുന്നു. ഇപ്പൊ വെക്കേഷൻ അല്ലേ, എല്ലാരും പോയി. നീ മിനിഞ്ഞാന്ന് വിളിച്ചപ്പോൾ എന്നോട് ഇതൊന്നും പറഞ്ഞില്ലല്ലോ. മിനിഞ്ഞാന്ന് എനിക്ക്
എനിക്കൊരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേച്ചിയെ ഞാൻ അപ്പോഴേ വിളിച്ചതാ. അവളെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാ ഞാൻ സാറല്ലേ പറഞ്ഞത് ചേച്ചി അറിയുന്ന ആരൊക്കെ അറിയാന്ന്. അതാ ഞാൻ സാറിനെ തേടി. സാറിന് ബുദ്ധിമുട്ടായോ? സോറി സാർ, എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ടാ ഞാനിപ്പോ വിളിച്ചത്. അയ്യോ പാറു, ഞാൻ അതാണോ ഉദ്ദേശിച്ചത്? നീ ഇപ്പോ തന്നെ വന്നിട്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്? അവര് തന്നെയാണോ ഇന്ന് നിന്നെ ഫോളോ ചെയ്തത്? ആ അതെ. ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാവുമ്പോ നിനക്ക് ഹോസ്റ്റലിൽ തന്നെ നിന്നൂടായിരുന്നോ? അതല്ലേ സേഫ്? എന്നിട്ട് എന്നെ വിളിക്കായിരുന്നില്ലേ? എത്ര തവണ ഞാൻ വിളിച്ചു, ഫോൺ എടുക്കണ്ടേ? ഓ ശരിയാണ്, ഞാൻ ബിസി ആയിരുന്നു. എന്നാലും കിട്ടുന്നത് വരെ ട്രൈ ചെയ്തുകൂടായിരുന്നോ? എന്നെ ഫോണിൽ കിട്ടുന്നത് വരെ നിനക്ക് അങ്ങനെ നിൽക്കാറുന്നില്ലേ? പിന്നെ ഞാൻ വന്ന് കൊണ്ടുപോവില്ലേ? ഇതിപ്പോ ഒറ്റയ്ക്ക് വന്നിട്ട് ഇതാ ഞാനിപ്പോ വരാം. നീ ആളുകളുള്ള സ്ഥലത്ത് തന്നെ നിൽക്കണേ. ഞാൻ കാറ് പാർക്ക് ചെയ്തു വന്നോണ്ടിരിക്കുക, അവിടെ തന്നെ നിൽക്ക്. ആരാ നിങ്ങളൊക്കെ? എന്താ വേണ്ടത് നിങ്ങൾക്ക്? ഓ കോളും കട്ടായി, വിളിച്ചിട്ടും കിട്ടുന്നില്ല. പറു ഫോൺ എടുക്ക്. ഇത് അവളല്ലേ? എടാ പാറു.